നിന്റെ അമ്മേ എൻ്റെ വണ്ടി കല്ലെറിയാൻ പോയി. മനസ്സിലായ? വണ്ടിയിലോട്ട് കല്ലെറിയാൻ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായ? കല്ലെറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാനിപ്പം. ശരി, ഇവൻ വലിയ ആനയുടെ കൂരാണ്. ഇവന്റെ പെറ്റ തള്ള താമസിക്കുന്ന ദേശായി ഹോംസിലാ. തിരിഞ്ഞു പോലും അവൻ നോക്കാറില്ല. ഇതൊക്കെ ഞാൻ കഴിഞ്ഞോടെ ചോദ്യം ചെയ്താണ്. അവന്റെ അമ്മ എന്റെ വീട്ടിൽ വന്ന് എന്തിനാ ശബരീഷ് അങ്ങനെയൊക്കെ പറഞ്ഞേ? ഉള്ള കാര്യമല്ലേ പറഞ്ഞേ, ഞാൻ നുണയൊന്നും പറഞ്ഞിരുന്നല്ലോ. മണിമാളികയും കാറും മസ്താങ്ങും മറച്ചതാങ്ങും എല്ലാം ഉണ്ട് അല്ലേ? നമ്മളൊക്കെ വലുതാകുമ്പോ നമ്മളൊക്കെ സെലിബ്രിറ്റി അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മളിൽ പൈസ കൂടുമ്പോൾ നമ്മുടെ പാരന്റ്സിനെ നമ്മൾ അതേപോലെ പരിപോഷിപ്പിക്കാൻ നോക്കണേ. എന്ത് ഇവൻ മാത്രം എന്ത് ഇവന്റെ അമ്മയെ വേറെ വീട്ടിൽ താമസിപ്പിച്ചേക്കണേ? പിന്നെ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അതൊക്കെ അവന്റെ സംസ്കാരം, അവന്റെ സൗകര്യം. എന്റെ പേര് ശബരീഷ് എന്നാണ്. എല്ലാവർക്കും എന്നെ അങ്ങനെ വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്റെ നാട്ടുകാർക്ക് എന്നെ നന്നായി അറിയാം. കുറച്ച് ദിവസമായിട്ട് എന്റെ വീഡിയോ ഒക്കെ നല്ല വൈറലായിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം. ചിലവർ കാര്യം അറിഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്നു, ചിലർ കാര്യം അറിയാതെ കമന്റ് ഇടുന്നു. അതൊക്കെ ശരിയാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് കമന്റ്സ് ഒക്കെ ഉണ്ടാവും. അതിൽ ഒരു വലിയ കാര്യമൊന്നും. ഈ പുള്ളിക്കാരൻ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ അടുത്ത സമയത്ത് ടിനി ടോമിന്റെ മകനുമായിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ വോയിസ് ആണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. നമ്മുടെ യൂട്യൂബർ യൂഷ്വൽസ് ആയിട്ട് സംസാരിക്കുന്നതിന്റെ വോയിസും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ടിനി എന്ന് പറയുന്ന ഒരു വ്യക്തി എത്രമാത്രം വെറുക്കപ്പെട്ടവരും എന്താ പറയണ്ടേ ആൾക്കാരെ ദ്രോഹിക്കുന്നവരും ഒക്കെ ഈ ഒരു വീഡിയോ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. തൻ്റെ എന്താ പറയണ്ടേ പൂർവികരുടെ സ്വത്താണ് ഈ കേരളം എന്ന് ആ ഒരു മൈൻഡ് സെറ്റാണ് പുള്ളിക്കാരന്. ആർക്കും അക്സെപ്റ്റ് ചെയ്യുക പോലും ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. പുള്ളിയാണ് എല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവം. വന്ന വഴിയിട്ട് ഇനി മറന്നോ? ഞാൻ അറിയാൻ പറ്റുകൊണ്ട് ചോദിക്കുകയാണ്. എന്നാലും ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കുക. കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കറക്റ്റായിട്ട് പറയണം. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റിസ് ഫോർ എൻസിബ എന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യുക. ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൊണ്ടും പരമാവധി കയറ്റി വിടുക. ഇത് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ ഒരു വോയിസ് ഇവിടെ വെച്ച് തരാം. പിന്നെ ഏറ്റവും അവസാനം ഇവൻ അയച്ചതിൻ്റെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു 18 സെക്കൻഡ്, അതും കൂടെ ഒന്ന് വെച്ച് തരാം. ഇവൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. എനിക്ക് ഈ പറയുന്ന വ്യക്തിയോട് പൂർവ്വവൈരാഗ്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും എനിക്കില്ല. പക്ഷെ ഈ പറയുന്ന വ്യക്തി ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി എന്റെ ലൈഫിനെ കാര്യമായി ബാധിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി പെരിയാർ ഹെർമിറ്റേജിൽ എന്ന് താമസിക്കാൻ വന്നു അന്ന് മുതൽ ഭയങ്കരമായ ഭരണ പരിഷ്കാരങ്ങൾ. അതായത് ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി പെരിയാർ ഹെർമിറ്റേജ് എന്ന് പറയുന്ന ഒരു കോളനിയിൽ വന്നപ്പോ ഈ കോളനിയിലുള്ള സകല അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിയൊക്കെ സെലിബ്രിറ്റി എന്നുള്ളൊരു, അതായത് അവൻ വന്നു അവന്റെ കൂടെ നടക്കണവനൊക്കെ സെലിബ്രിറ്റിയാണ്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യന്മാരൊരു സെലിബ്രിറ്റിയാണ്. ആ രീതിയിലുള്ള നമ്മളെയൊക്കെ കാണുമ്പോൾ ഒരു പുച്ഛഭാവം. ഞാൻ കമ്മരിപ്പള്ളിയിൽ ജനിച്ചിടുന്ന ഒരാളാണ്. ഓക്കെ, നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛഭാവം. ഇവർ ആദ്യമായി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മകൻ, അതായത് അന്ന് എന്റെ മകൻ രാജശ്രീ പബ്ലിക് സ്കൂളിൽ LKG പഠിക്കുകയായിരുന്നു. ഞങ്ങൾ വില്ല നമ്പർ 80 താമസിക്കുമ്പോൾ ആ വില്ലയുടെ അവിടെ വരെയുള്ള അവന്റെ ബസ് അവിടെ നിർത്തലാക്കി. ബസ് ഗേറ്റിന് പുറത്ത് വന്നാൽ മതി, കാരണം വലിയ വണ്ടിയാണ്, റോഡ് ചീത്തയാവും. വല്ലാത്ത സോക്കേട് തന്നെയാണ് എനിക്ക്. എന്തായാലും ബാക്കി കൂടെ പറ. യൂഷ്വൽ സൈക്കോ ഇതിന്റെ ഇടയ്ക്ക് കയറി ഇങ്ങ് കുത്തി ഇങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുക അവിടെ. അതും കൂടെ ഒന്ന് വെക്കാം. യുകെയിലും പോർച്ചുഗലിലൊക്കെ ചെറിയ ട്രാവൽ ആൻഡ് ടൂറിസം ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോ ഞങ്ങൾ വെക്കേഷൻ വന്നേക്കും നടന്ന സംഭവം ഞാൻ അതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് മാറ്റി കളഞ്ഞു. അല്ല, എന്റെ ഒരു സംശയം, അവർ ചോദ്യം ചെയ്യാൻ അവിടെ വരുന്നതിന് മുമ്പ് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? പറയേണ്ടവരോട് ഞാൻ നല്ല മറുപടിയും കൊടുത്തു. പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോയില്ല. ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ വില്ല നമ്പർ 41 മാറി. അതൊരു ചെറുതായിട്ട് വാങ്ങുന്നുള്ള ഒരു ഇതിലൊക്കെ നമ്മൾ മാറി. അല്ല ബ്രോ, കാര്യങ്ങളും എന്റെ ഒരു സംശയം ചോദിക്കട്ടെ? ഹലോ, അങ്ങനെ ഇരിക്കെ ആണ്. അപ്പൊ അതിനു മുന്നേ പല കംപ്ലൈന്റുകളുണ്ട് ഈ വണ്ടി ഓടുന്നതിന്റെ. വണ്ടി ഓടിച്ചോട്ടെ, മാന്യമായി വണ്ടി ഓടിച്ചോട്ടെ, പിള്ളേരല്ലേ. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പിള്ളേരല്ലേ, അവർ ഈ പ്രായത്തിൽ കാണിച്ചില്ല ഏത് പ്രായത്തിൽ കാണിക്കണം എന്ന് പറഞ്ഞ പോലെ ഓടിച്ചോട്ടെ. പക്ഷെ അത് മാന്യമായി മറ്റുള്ളവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ഓടിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയാണ് കേട്ടോ. അപ്പൊ പലവട്ടം ഇത് പോയി ഞാൻ അസോസിയേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തപ്പോഴൊന്നും ആർക്കും വലിയ ഇതൊന്നുമില്ല, ചലനങ്ങളൊന്നുമില്ല. നമ്പർ 41 മാറി. മോനും ഞാനും കൂടി മുൻവശത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ വണ്ടി ഈ പയ്യനെ ഓടിച്ചുകൊണ്ട് പോണേ. അതായത് ടിനി ടോമിന്റെ മകൻ ആഡമോ എന്തോ ഹവ്വയോ
അങ്ങനെ എന്തോ പേരാണ് ആ ചെറുക്കൻ്റെ. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ ആ പയ്യനെ നമ്പർ എൻ്റെ ഉണ്ടായില്ല, വേറൊരു കുട്ടി വഴി നമ്പർ കിട്ടി. ഞാൻ അവനെ മാന്യമായി വിളിച്ചു സംസാരിച്ചപ്പോൾ ഈ പയ്യന്റെ കൂടെ ഒരു പയ്യനുണ്ട്, ഫാരിസ് അബൂബക്കറിന്റെ പെങ്ങളുടെ മോൻ എന്നാണ് പറയുന്ന ഈ പയ്യൻ. അവന്റെ കൂടെ ഇപ്പൊ ആ ചെറുക്കൻ മാത്രമേ ഉള്ളൂ കൂട്ടുകാരന്മാരായിട്ട്. ബാക്കി എല്ലാവരും ഇവൻ കാരണം തന്നെ ഒഴിഞ്ഞു. വളരെ മോശമായിട്ടുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. അതായത് ഒരു മാക്കനിസം ഒരു വണ്ടിയുടെ. ഈ അടുത്ത സമയത്ത് ഞാനൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇവൻ കിടന്ന് തെറി വിളിക്കുന്നതൊക്കെ. അത് ഈ പുള്ളിക്കാരനെ വിളിക്കുന്നത്, അവൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു അതിനകത്ത്. തന്തയുടെ ഓരോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് ഈ പറയുന്ന മോൻ്റെ കാര്യങ്ങളും പുറത്തു വന്നത്. എന്നിട്ട് ഇനി ഈ പറയുന്ന കൂട്ട് ആലുവ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഓരോ വ്യക്തികളെ കൊണ്ട് എന്താ പറയേണ്ടത്, ഇദ്ദേഹത്തിനെ ടോർച്ചർ ചെയ്തു. അതുപോലെ മോശക്കാരനാക്കി. ഇദ്ദേഹം ഇപ്പോൾ UK ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ പോയെന്നാണ് പറയുകയും ചെയ്യുന്നത്. ഓക്കെ, ലോജിക്ക് എന്നുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്. അവന്റെ കാശിന്റെ ഹുങ്ക് എല്ലാം. ഞാൻ ഇപ്പൊ ഈ പയ്യനെ വളരെ അസഭ്യം പറഞ്ഞു, അതിന്റെ റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ട്. അസഭ്യം പറഞ്ഞു. ഞാൻ അവന്റെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു, ചേച്ചി ഇതൊക്കെയാണ് ചേച്ചി കാര്യങ്ങൾ. അപ്പൊ ഇവര് അടുത്ത വഴിക്ക് വിളിച്ചത് ശബരീഷിന് മുമ്പും ഈ വണ്ടിയുടെ സൗണ്ടിനെ പറ്റി പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് എനിക്ക് അരോചകത്വം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് പരാതിപ്പെടുക. ആസ് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ എനിക്ക് എന്റേതായ മൗലിക അവകാശങ്ങളുണ്ട്, ഇല്ലേ? ശരിയല്ല? അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി പരാതിപ്പെട്ടു. ഹലോ, അല്ല ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, എനിക്കൊരു സംശയമുണ്ട്. അതായത് നിങ്ങൾ അവിടെ താമസിക്കാൻ വന്നതിന് ശേഷം, അതിനുശേഷമല്ലേ ടിനി ടോം ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത് താമസിക്കാൻ? ഞാൻ 9ാം ക്ലാസ് തുടങ്ങി അവിടെ ഉള്ള ഒരാളാണ്. ഓക്കെ. അതിനുശേഷമാണ് ടിനി ടോം ഒക്കെ അവിടെ വന്നിട്ട് എത്ര വർഷമായി? സത്യം പറഞ്ഞാൽ ഞാൻ ഇദ്ദേഹത്തെ ഈ കോളനിയിൽ കാണുന്നത് 2019 ഞാൻ ഒമാനിൽ നിന്ന് വരുമ്പോഴാണ് ഇയാളോട് താമസത്തുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഞാൻ നിർത്തി പോരും. ഓക്കെ, നിങ്ങളുടെ ഫാമിലി അവിടെയായിരുന്നു താമസിച്ചോണ്ടിരുന്നത്? അതെ. ഓക്കെ, ശരി. ഓക്കെ, ബാക്കി പറയൂ. 2021 ഞാൻ യുക്രൈനിലേക്ക് പോകുന്നത്. ഓക്കെ. സോ 2024 ജൂലൈ 26 ഞാനും എന്റെ വൈഫും കൂടി വെക്കേഷൻ വരുന്നത്. എന്റെ മകൻ നാട്ടിലായിരുന്നു. ഓക്കെ. മകനെ കൊണ്ടുപോകാനും അവന്റെ വിസയുടെ മറ്റാവശ്യങ്ങൾക്കൊക്കെയാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. ഓക്കെ. അപ്പൊ ഒരു ദിവസം ഇതേപോലെ എനിക്ക് മാർച്ച് 14 2025 ഈ ഇൻസിഡന്റ് നടക്കുന്നത്. ഓക്കെ. മാന്യമായി കാര്യം പറഞ്ഞു, അവനെ തെറി പറഞ്ഞു. ഞാൻ അവന്റെ അമ്മയുടെ കാര്യം പറഞ്ഞു. അമ്മയുടെ കാര്യം പറഞ്ഞു. ഞാൻ ആ വോയിസ് റെക്കോർഡ് ചെയ്ത് 2 പേർക്ക് അയച്ചു കൊടുത്തു. ഓക്കെ. സോ അന്ന് രാത്രി ഏകദേശം ഒരു 9:30 to 10:30 ഞാൻ അറിയുന്നില്ല, ഫോൺ സൈലന്റ്. അപ്പൊ ഭയങ്കര കോളാണ്, തുരിതര കോളാണ്. ഞാൻ കോഡ് നോക്കിയപ്പോ ഈ പയ്യനാണ്, താഴത്തേക്ക് വാ, 5 മിനിറ്റ് സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ ഞാനിപ്പോ വർക്ക് കഴിഞ്ഞ് കിടന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഈ ടൂറിന്റെ ഇതായതുകൊണ്ട് കോട്ടുകൾ കൊടുക്കലും പാക്കേജ് കൊടുക്കലും ഒക്കെയാണ് നമ്മുടെ പരിപാടികൾ. എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതായത് ഈ സിനിമയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചേട്ടാ പറഞ്ഞപ്പോൾ മനസ്സിലായി ഒരു ചെറിയ ഡൗട്ട്. അതായത് ഞാൻ പറഞ്ഞു, മോനെ 7:30 നമുക്ക് രാവിലെ കാണാന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് തോന്നും ഡയലോഗൊന്നും അടിക്കണ്ട, പേടിയാണ് എവിടെ ഇരുന്നോളാം. അല്ല എന്റെ ഒരു സംശയം ചോദിക്കട്ടെ. ഹലോ എന്ന് പറഞ്ഞ ഞാൻ താഴത്തേക്ക് ഇറങ്ങി. എന്നെ അവൻ മനഃപൂർവ്വം താഴത്തേക്ക് വിളിച്ചിറങ്ങിയതാണ്. ഞാൻ അവന്റെ അടുത്ത് നീ എന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞതല്ല. അവൻ വന്നപ്പോ തന്നെ എനിക്കറിയാം ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. കാരണം ഇതിനു മുന്നേ ഇവന്റെ വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട്. ആ കേസ് നല്ല രീതിയിൽ ഒതുക്കി തീർത്തിട്ടുണ്ട്. ആ വണ്ടി ടോട്ടൽ ലോസിൽ പോയി. ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ യൂറോപ്പിലായിരുന്ന സമയത്ത്. ഇതൊന്നും പുറം ലോകം അറിഞ്ഞില്ല, അതൊക്കെ തേച്ച് മാച്ച് കളഞ്ഞു. ഓക്കെ. ദെൻ വന്നപ്പോഴത്തേക്കും കണ്ടല്ലോ, നിങ്ങൾ വീഡിയോയിൽ ഈ പയ്യന്റെ ഇൻ ബിറ്റ്വീൻ ഈ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി ആ ഏരിയ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവൻ അറിയായിരുന്നു. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ടിനി ടോമിന്റെ കഞ്ചാവ് അടിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ച് കാണാനായിരിക്കും. അപ്പൊ എനിക്ക് പബ്ലിക്കിനോട് ചോദിക്കാനുള്ളത്, ഇയാൾ പറയുന്നത് ഇയാൾ സെലിബ്രിറ്റി ആണെന്ന്, ഇയാളുടെ വളർച്ചയിൽ പലർക്കും കണ്ണുകടിയാണെന്ന് പറയുന്നു. ഇങ്ങനെ വളർച്ചയിൽ നിൽക്കുന്ന ഒരാളുടെ മകൻ രാത്രി വേറൊരാളുടെ കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ മതിലിന്റെ പുറത്ത് നിന്നിട്ട് ഈ ജാതി കാണിക്കുമ്പോൾ ഇവർക്കറിയില്ല ഇവര് സെലിബ്രിറ്റിയാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണെന്ന് ഇവർക്ക് അറിയില്ല. അതെ, ചേട്ടൻ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. ഞാൻ അന്ന് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു അറപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. വലിയ നിലയിലാ വലിയ ഇതാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ടിനി ടോം സ്വന്തം മോനെ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു തന്തയായി പോയല്ലെന്ന് ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം. അന്ന് അവൻ പറഞ്ഞു, ഇറങ്ങി വാടാ മോനെ മറിച്ചേ മോനെ എന്നൊക്കെ കിടന്ന് പറഞ്ഞവനാ. തന്തയുടെ മുമ്പുകൊണ്ടല്ലേ നട്ടലുള്ള ആണുങ്ങളടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ചെവുക്കല്ലടിച്ച് പൊട്ടിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, പ്രായം ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഒതുങ്ങും. ഇപ്പോഴത്തെ കുരുപ്പുകൾക്ക് അറിയത്തില്ലല്ലോ. നമ്മുടെയൊക്കെ ഏജ് വരട്ടെ, നമ്മളൊന്നും വലിയ പ്രായമായില്ല കേട്ടോ. നമ്മളൊക്കെ ഇതിൻ്റെ അപ്പുറം കാണിച്ചിട്ട് ഹിംസകളൊക്കെ ഒതുങ്ങിപ്പോയതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തോ വികാരത്തിന് അല്ലെങ്കിൽ എന്ത് ലഹരിയുടെ പുറത്താണ് ഈ ചെറുക്കൻ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് കേട്ടിട്ട് എന്താ തോന്നുന്നത്? ഞാൻ ചോദിക്കുന്നതിന് കഴമ്പുണ്ടോ? അല്ല, ഉണ്ട്.
ഞാൻ അതുപോലെ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പയ്യന്റെ പുറത്താണ് ഇവനീ കിടന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കഞ്ചാവെന്ന് യൂസ് ചെയ്തു. ഞാൻ ഓൺ ദ സ്പോട്ട് ഇതായപ്പോഴത്തേക്കും ഒരു വെള്ള വോൾവോ കാർ വരുന്നുണ്ട്, വേറൊരു വണ്ടി പോകുന്നുണ്ട്. അതിനുശേഷം ഞങ്ങള് പോലീസുകാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി വന്നിട്ട് വന്നാൽ പോയി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, എന്നാ നിങ്ങൾ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ അപ്പോഴത്തേക്കും വണ്ടി എടുത്ത് സ്റ്റേഷനിൽ പോയപ്പോഴും ഈ പറയുന്ന ഈ വ്യക്തി സെലിബ്രിറ്റി അല്ലെങ്കിൽ മിമിക്രിക്കാരൻ എന്ന് പറയുന്ന വ്യക്തി അതിൽ കൂടി ഇങ്ങനെ റോന്ത് ചുറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ. വേറെ ഞാൻ സ്റ്റേഷനിൽ പോയപ്പോ എന്നെ സുജിത്ത് ചീരോത്തുന്നോട്ട് ഇവന്റെ ഒരു സിംഗടി വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നേ, പുഴയുടെ അങ്ങോട്ട് വന്നേ, നമുക്കിത് പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ. ഞാൻ പറഞ്ഞു എന്ത് കോംപ്രമൈസ് ആക്കാൻ, എന്താ കോംപ്രമൈസ് ആക്കണ്ടേ? എന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ടല്ലേ ചെയ്തത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഞാൻ ഈ ടിനി ടോമിന്റെ വീടിന്റെ മുമ്പിൽ നിന്നാണ് ഈ കാണിച്ചിരുന്നെങ്കിലോ എന്തായിരിക്കും സംഭവിക്കാൻ? അത് വേറെ കേസായ അന്ന് തന്നെ അകത്തായ. അതിന് നിങ്ങൾക്ക് എന്ത് മറുപടിയാ പറയാനുള്ളത്? അല്ല, അന്ന് തന്നെ അകത്തായ. ഞാൻ ഈ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന്റെ മുമ്പിൽ വെച്ചിട്ട് എടാ നീ എന്നെ മൈരെന്ന് വിളിച്ചില്ലടാ എന്നും പറഞ്ഞു ഞാൻ ആ വീടിന്റെ മുമ്പിൽ പാതിരാത്രി ചെയ്തിരുന്നെങ്കിൽ ഇവന്റെ ഭാര്യയെ ഞാൻ കയറി പിടിക്കാൻ ഞാൻ സ്റ്റേഷനിൽ പോയി റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു. അതിന്റെ അക്നോളജ് പോയിന്റ്. ഇപ്പൊ നമ്മൾ ആ ഒരു വീട്ടിൽ ചെന്നെങ്കിൽ ഉറപ്പാണ് അവിടെ ഒരു പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ണെ കയറി പിടിച്ചു എന്നുള്ള രീതിയിലാണ് കേസ് കൊണ്ട് കൊടുക്കുന്നെങ്കിൽ പണി പാടുമ്പോഴത്തേക്ക് കിട്ടും. അങ്ങനെ ഇടും. അത് പോലീസുകാർക്കും അറിയാം ചിലവന്മാരെ എങ്ങനെ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യാനാ, അവർക്ക് കേസ് എടുത്തേ പറ്റത്തുള്ളൂ. കോടതി ചെല്ലുമ്പോൾ വകുപ്പ് മാറും. എനിക്ക് തന്നില്ല. പിറ്റേ ദിവസം രാവിലെ CI മഞ്ജുദാസോ എന്നെ വിളിച്ച് വാൺ ചെയ്തു. ഞാൻ ചോദിച്ചു നിങ്ങളാരാ? ഞാൻ CI ആണ്. ശരി, നിങ്ങൾ ആ വീഡിയോ കണ്ടോ? കണ്ടില്ല. എന്നാ കണ്ടു നോക്കിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. ഒരു SI സാനൂർ എന്നെ വിളിച്ചിട്ട് ശബരീഷ് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യും. ശബരീഷ് ആ പയ്യന്റെ ഭാവി നോക്കട്ടെ. പയ്യന്റെ ഭാവി നോക്കേണ്ടത് പയ്യന്റെ തന്നെയാണ്. പബ്ലിക്കിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? ഞാൻ കമ്പനി പടി തിരിച്ചു കൊടുത്തോനാ. ഞാൻ സ്വിറ്റ്സർലൻഡാണ് UK യിലാണ് എനിക്ക് ബിസിനസ് ആണെന്ന് പറഞ്ഞു ഞാൻ കമ്പനി പടി കിടന്ന് വലിയ ആള് വെച്ച് കഴിഞ്ഞാൽ എന്റെ നാട്ടുകാരനെ വെച്ചേക്കോ? ഇല്ല, നാട്ടുകാരനെ വെച്ചേക്കോ? ഒരിക്കലുമില്ല. അവര് തീർക്കും. കാരണം ഏറ്റവും പച്ചൊരു മലയാളത്തിൽ പറഞ്ഞ അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു വഴി വിട്ട് എന്റെ വീട്ടുകാർ സഹിക്കും, പക്ഷെ നാട്ടുകാർ സഹിക്കണമെന്നില്ല. ശരിയല്ല? അപ്പൊ അങ്ങനെ ചെയ്ത് ഞങ്ങള് 4 മണിക്ക് ഞങ്ങളോട് സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞു. കറക്റ്റ് കൃത്യം. കാരണം നമ്മൾ വിളിച്ചേക്കണ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിന് ചെല്ലുക. 5 മണിയായപ്പോ അച്ഛനും മോനും വന്നു. അച്ഛനും മോനും വന്നിട്ട് അവിടെ കണ്ടത് പിന്നെ കണ്ടതൊക്കെ നാടകീയ മുഹൂർത്തങ്ങളാ. കേസ് ശബരീഷിനെതിരെ തിരിക്കും. കാരണം എന്താ, ഞാൻ കഞ്ചാവ് എന്ന പദം യൂസ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് കോംപ്രമൈസ് ടോക്ക് എന്ന് പറഞ്ഞിട്ട് ബാലാജി വിട്ടത്ത് ഒരു ജിമ്മിലേക്ക് ഞങ്ങളെ വിളിച്ചു വരുത്തി. എന്നെ, എന്റെ ഭാര്യയും എന്റെ മകനുണ്ടായി. ഞങ്ങൾക്ക് വൈഫിന് അപ്പോളോ ഹോസ്പിറ്റലിൽ ഒരു സർജറി ഉണ്ടായിരുന്നു വൈഫിന്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത്. ഊബർ വിളിച്ചാ പോയത്. ചെന്നിരുന്നപ്പോ ഇവരുടെ മോൻ കാണിച്ച പെറപ്പീടിനെ പറ്റി പറയാനല്ല, ഇവര് വാടകക്കാരായിരുന്നു. ഇവൻ നിക്കറിട്ടുണ്ട് ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ കൂടി നടക്കാറുണ്ട്. അവിടെ ഞാൻ മാത്രമല്ല, ഒരു 60 വയസ്സായ മേലുള്ളവന്മാരൊക്കെ നിക്കറിട്ടുണ്ട് നടക്കണം. രാവിലെ ഓടണാണ്. അപ്പൊ യൂറോപ്പിൽ വിക്കിന് ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയും ഇവര്? ഞാൻ യൂറോപ്പിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്നതാണ്. എനിക്ക് പെർമനന്റ് റെസിഡൻസി ഉള്ളതാ പോർച്ചുഗലില്. യൂറോപ്യൻ സംസ്കാരം അങ്ങനെയാണ്. ഇവിടെ ടോപ്ലെസ് ബീച്ചുകളുണ്ട്. ഇവിടെ ബിക്കിനായിട്ട് റോഡിൽ കൂടി നടക്കുന്നുണ്ട് സമ്മർ ടൈമിൽ. ഞാനൊരു ഷോർട്സും ടീഷർട്ടും ഇതൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളൂ. ഇവർക്ക് ഇവരുടെ മകൻ കാണിച്ച കുരുത്തക്കേടിനെ പറ്റിയൊന്നല്ല പറയാനുള്ളൂ. മനസ്സിലായി. നമ്മളെ അങ്ങോട്ട് അപമാനിക്കുക ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട്. മോൻ കാണിച്ച പെർപ്പീട് അവർക്ക് മറിക്കണം. അതും കഴിച്ചു. വൈഫ് പോന്നു, ഞാനും മോനും കയറി പോന്നു. ഒരു ദിവസം എന്റെ അമ്മ എന്നെ വിളിച്ചേക്കാണ്, എടാ ഇവനെ കൊണ്ട് തലയ്ക്ക് സൂചിച്ചില്ല, ജീവിക്കാൻ സമ്മതിക്കണം. പക്ഷെ എന്ത് പറ്റി? ഇവൻ ബഹളം ഉണ്ടാക്കിയാണ് പോണത്. ഞാൻ വീട്ടുകാർ എന്റെ പ്രായം 60 വയസ്സിന് മേലെ പ്രായമുണ്ട് അമ്മയ്ക്ക്. അച്ഛന് 70 വയസ്സായി. വീടിന്റെ മുമ്പിൽ കൂടി ബഹളം ഉണ്ടാക്കിയാ പോണത്. അപ്പൊ അമ്മ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും അമ്മ എടുത്ത് പറയാണ്, പിന്നെ നിന്റെ മോനെയും വിജിലൻസിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും, പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കും. അതെന്താ, ഇവനാണോ വിജിലൻസുകാർക്കും പോലീസുകാർക്കും ചെലവിന് കൊടുക്കണേ? സിനിമ നടനായതുകൊണ്ട് എന്ത് തോന്നിയാസം എന്ത് വൃത്തിയോട് കാണിക്കാന്നാണോ? മനസ്സിലായില്ല. ഇത് ആ പയ്യൻ പറഞ്ഞതല്ലേ പറയുന്നത്? ഞാൻ അതിനുശേഷം ഞാൻ അവനെ വിളിച്ചപ്പോ അവൻ ഞാൻ കാണിച്ചു തരാം, നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ പറയുന്നത് നീ ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ 2 പോലീസുകാരെ വിട്ടേക്കാണ്. അല്ല ബ്രോ, എന്റെ ഒരു ഡൗട്ടാണ്. ഇത് അർത്ഥം എന്താ? അല്ല, ഇത് എനിക്ക് ഒരുപാട് പരാതികളുണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചിലപ്പോൾ ഇതൊന്നും മുഖവരിക്ക് എടുക്കാറില്ല. ഫോണിൽ കൂടി വിളിച്ച് പറഞ്ഞാൽ മതി. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ടിനി ടോം ആണോ ഇത് വിളിച്ച് പറയുന്നത്, അതോ മകനാണോ ഈ വീടിന്റെ അമ്മയുടെ അടുക്കൽ ഇങ്ങനെ പറയുന്നത്? അല്ല, അമ്മയോട് പറഞ്ഞത് ആരാണ്? ഞാൻ ആ വോയിസ് കേൾപ്പിച്ചാൽ അമ്മയോട് പറഞ്ഞതിന് ശേഷം ഞാൻ അവനെ ഫോൺ വിളിച്ചതല്ല, അവൻ എനിക്ക് വോയിസ് ആയിട്ട് ഇട്ടത്. നിന്റെ അമ്മ കല്ലെറിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം, ഞാൻ അല്ലെങ്കിൽ നിന്നെ കാണിച്ചു തരാണ് എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞത്. എന്റെ വോയിസ് ഉണ്ട് അതിന്റെ. ഓക്കെ, മനസ്സിലായി. എന്റെ സകല പ്രൂഫ് ഉണ്ട് ബ്രോ ഇവനെ അഗേൻസ്റ്റ് ആയിട്ട്. മനസ്സിലായി. ഞാൻ വെറുതെ വായിച്ചാൽ അടിക്കണല്ല. മനസ്സിലായി. അതിനുശേഷം ഈ കഴിഞ്ഞ മാർച്ചില്
ഈ കഴിഞ്ഞ മാർച്ചിൽ ഈ പയ്യനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ലോ ഹിൽ പാലസ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത്. അതൊക്കെ എവിടെ പോയെന്ന് പോലും അറിയില്ല. എന്നിട്ട് എന്റെ വീഡിയോ പ്രചരിച്ചു എന്ന് പറഞ്ഞ് ഇവൻ വീണ്ടും ഒരു എൽദോ എന്ന് പറയുന്ന പോലീസിനെ ഇവൻ വാട്സപ്പിൽ കംപ്ലൈന്റ് അയച്ചു കൊടുത്തേക്കണം. വീട്ടിലിരുന്ന് പരാതി എഴുതി വാട്സപ്പിൽ സ്കാൻ ചെയ്ത് കംപ്ലൈന്റ് അയച്ചു കൊടുത്തിട്ട് ഈ എൽദോ എന്ന് പറയുന്നവൻ എന്റെ അച്ഛനെ വിളിച്ചിട്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത സീനിയർ സിറ്റിസൺസ് ആയ എന്റെ പാരന്റ്സിനെ വിളിച്ചിട്ട് 4 മണിക്കുള്ളിൽ ശബരീഷ് ഇത് വിഡ്രോ ചെയ്തില്ലെങ്കിൽ ശബരീഷിനെ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിൽ കൊണ്ടുവരും. അപ്പൊ ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞു, ടിനി ടോമിന്റെ ചെലവിൽ നാട്ടിൽ വരാനാണ് എന്റെ യോഗം, അതാണ് എന്റെ യോഗം എന്ന് ഞാൻ കഴിച്ച് സമാധാനിക്കുന്നുള്ളൂ. പിന്നെ ആട് കിടന്നോടത്ത് പൂട പോലുമില്ല. അതിനുശേഷം അൻസിബ എന്ന് പറയുന്ന കുട്ടി ഇവിടെ നാട്ടുകാർക്ക് അവനെ കൊണ്ട് ചൊറിച്ചിലാണ് സഹിക്കാൻ പറ്റുള്ള. പിന്നെയാണോ സഹപ്രവർത്തകർക്ക്? ശരിയാണ്. അല്ലെ സ്വന്തം, അതായത് ഇവൻ കമ്പനിപ്പടി വന്ന് താമസിക്കുന്നവനാ. കമ്പനിപ്പടിക്കാർക്കേ ഇവന്റെ ശരി ഇവൻ വലിയ ആനയുടെ കൂടെ ഇവിടെ പെറ്റ തള്ള താമസിക്കുന്ന ദേശായി ഹോംസിലാ. തിരിഞ്ഞു പോലും അവൻ നോക്കാറില്ല. ഇതൊക്കെ ഞാൻ കഴിഞ്ഞോടെ ചോദ്യം ചെയ്താണ്. അവന്റെ അമ്മന്റെ വീട്ടിൽ വന്ന് എന്തിനാ ശബരീഷ് അങ്ങനെയൊക്കെ പറഞ്ഞേ? ഉള്ള കാര്യമല്ലേ പറഞ്ഞേ, ഞാൻ ഉടനെയൊന്നും പറഞ്ഞില്ലല്ലോ. മണിമാളികയും കാറും മസ്താങ്ങും മറച്ചതാങ്ങും എല്ലാം ഉണ്ട് അല്ലെ. നമ്മളൊക്കെ വലുതാകുമ്പോൾ നമ്മളൊക്കെ സെലിബ്രിറ്റി അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മളിൽ പൈസ കൂടുമ്പോൾ നമ്മുടെ പാരന്റ്സിനെ നമ്മൾ അതേപോലെ പരിപോഷിപ്പിക്കണം നോക്കണേ. എന്നിട്ട് ഇവൻ മാത്രം എന്താ ഇവന്റെ അമ്മ വേറെ വീട്ടിൽ താമസിപ്പിച്ചേക്കണേ? പിന്നെ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അതൊക്കെ അവന്റെ സംസ്കാരം, അവന്റെ സൗകര്യം. AMMA അമ്മ അത്രയും പവിത്രമായുള്ള സംഘടനയിലെ മെയിൻ ആളാണ്, പ്രസിഡന്റാണ് ഈ പറയുന്ന മെയിൻ ആളാണ് ഈ പറയുന്ന ടിനി ടോം. സ്വന്തം അമ്മയെ പോലും തിരിഞ്ഞു നോക്കാത്തവൻ, അമ്മയെ പോലും കെയർ ചെയ്യാത്തവൻ. ശരിയാ, എന്തുകൊണ്ട് സ്വന്തം അമ്മയെ കൂടെ നിർത്തിക്കൂടാ? ടിനി ടോമിന് ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. ഇപ്പം കണ്ടില്ല ഓരോന്നോരോന്ന് ഇങ്ങനെ പുറത്തു വരുന്നേ. ഒരാളെയും വെറുപ്പിക്കരുതെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം ഇതൊക്കെയാണ്. കഷ്ടം. ഞാനൊന്നും പറയാൻ ആളല്ല. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ഈ ഓൺലൈൻ മീഡിയത്തിൽ കൂടി എന്റെ വീഡിയോ പ്രചരിപ്പിച്ചു. ഞാൻ നുണയൊന്നും പറഞ്ഞിട്ടില്ല അതില്. മനസ്സിലായി. വ്യക്തമായ തെളിവുകളോട് ഞാൻ പറഞ്ഞേക്കണേ. ഹിൽ പാലസ് പോലീസ് പിടിച്ചത് 3 ഗ്രാം കഞ്ചാവ് കൈവശം വെക്കാന്നാണ്. പിന്നെ ആരുടെ നിന്ന് വാങ്ങുന്നു, ഇവരിത് യൂസ് ചെയ്യുന്നതിന്റെ എല്ലാ പ്രൂഫും എന്റെ ഉണ്ട്. ഓൺലൈൻ മീഡിയ വഴി പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും അവൻ വാട്സപ്പിൽ പരാതി അയച്ചു കൊടുത്തേക്കണം. ഒരു ജോസ് എന്ന് പറഞ്ഞ SI എന്റെ ഫാദറിനെ വിളിച്ചേക്കും. എനിക്കുണ്ടായിരുന്ന ഒരു പൈസയുടെ കേസ് 35,65,000 രൂപ. എന്റെ കൂട്ടുകാരൻ ഡിക്സൺ തിരുവനന്തപുരത്ത് 25 ലക്ഷം രൂപയുടെ. ഞങ്ങൾ ആലുവ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയപ്പോ ഏതാണ്ട് എന്താ പറയാ തമാശ കേൾക്കാൻ പോയ പോലെയാണ്. മനസ്സിലായി. പക്ഷെ ഇദ്ദേഹത്തിനെതിരെ ടിനി പോലുള്ളവരെ ഉണ്ടാക്കിയാൽ മാത്രമേ പോലീസുകാർ ഉണ്ടാക്കുള്ളൂ. അതോ സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ? അതോ ടിനി ടോം ആണോ ആലുവ സ്റ്റേഷനിലുള്ള അല്ലെങ്കിൽ പോലീസുകാർക്ക് കുറച്ച് ചായവുള്ളതാണ് ഈ മാതിരി ജാതി ഐറ്റത്തിനോട്? മനസ്സിലായി. ഉടനെ ഈ ഫ്ലാറ്റിലത്തെ സെക്രട്ടറി ഒരു ലേഡിയാണ്. ഇവനോട് ഭയങ്കര കൂറ. എന്റെ ഹൗസ് ഓണർ ആയിരുന്ന ആളെ വിളിച്ചിട്ട് നിങ്ങൾ ആ വീട് കൊടുത്തോ, എന്തിനാ അവർക്ക് കൊടുത്തേ, അവര് നല്ല ആളുകളൊന്നും അല്ല, എന്താ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താ? അല്ല അത് കൂടാതെ ഇപ്പൊ ഈ ടിനി ടോം ബ്രോയുടെ ഭയങ്കരമായിട്ട് ഡീഫോം ചെയ്യുക. മനസ്സിലായി. ആൾക്കാരെ ഭയങ്കരമായിട്ട് ആളുകളുടെ മുമ്പിൽ നാണം കെടുത്തുക. മനസ്സിലായി. നിങ്ങളുടെ വികാരം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇയാൾ കാരണം ബുദ്ധിമുട്ടായി. എന്റെ പേരിൽ കേസ് വരട്ടെ, അപ്പൊ അതിനുള്ള പ്രൂഫ് കൂടി ഞാൻ ഹാജരാക്കാം. എന്തൊക്കെയാ നടക്കണെന്നുള്ളതിന്റെയൊക്കെ. ഇവനൊക്കെ സ്കോട്ട്ലൻഡിലും UK-ലും മൊറോക്കോയിലൊക്കെ വന്ന് കാണിക്കണതിന്റെ വീഡിയോ ഒക്കെ എന്റെ ഉണ്ട്. ഇവനൊക്കെ എന്റെ പേര് വീഡിയോയിലുണ്ട്. എന്റെ വീഡിയോ ഉണ്ട്. മനസ്സിലായി. എന്റെ വീഡിയോ ഉണ്ട്. അപ്പൊ അത് ഞാൻ ഏറിടാം. പിന്നെ ഈ ചെറുക്കൻ കഞ്ചാവ് യൂസ് ചെയ്യണേന്റെ, ഇവൻ വാങ്ങണേന്റെ, ഇവന്റെ ബ്രോ വെറുതെ ശബരീഷ് വായിച്ചാൽ അടിക്കണല്ല. ഞാനത് ടിനി ടോമിന്റെ കൊച്ചനോടും ടിനി ടോമിനോടും ഞാൻ മലയാളത്തിൽ പറഞ്ഞ മോനെ എന്നെ ഉപദ്രവിക്കാൻ വരരുത്. ഞാൻ ആരോടും അങ്ങോട്ട് നിന്ന് കയറാറില്ല. അത് നിങ്ങൾ എന്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ മതി. ഞാൻ പുറത്തോട്ട് പോകാറില്ല. എന്റെ വീട്ടുകാരുടെ കാര്യം നോക്കി എന്റെ കുടുംബത്തില് ഞാൻ അത്യാവശ്യം കഴിക്കുന്ന ആളുമാണ്. അത് എന്റെ സൗകര്യം, എന്റെ വീട്ടിലിരുന്ന് ഞാൻ കഴിക്കുന്ന പറഞ്ഞ് മറ്റുള്ളവരുടെ മേത്തോട്ട് കയറാൻ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല കായികാഭ്യാസികളെ കമ്പനിപ്പടിക്കാര്. മനസ്സിലായി. ഈ ലാസ്റ്റ് ആയിട്ട് പേര് മാറ്റണം എന്ന് പറഞ്ഞതിൽ വളരെയധികം ക്ഷമ ഞാൻ പറയുന്നു. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റണില്ല. കാരണം ഒരുപാട് മഹാരഥന്മാരിടുന്നതാണ് ഈ അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷൻ. ശരിയല്ലേ? അതെ ശരിയാണ്. മരിച്ചുപോയ നമ്മുടെ നടൻ മുരളി ഇപ്പോഴും ജീവിച്ചിരിക്കുക. അവരൊക്കെ കൂടി തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ്. ഈ ഓർഗനൈസേഷനിൽ ഇവനെ പോലെ നിലവാരമില്ലാത്തവരെയൊക്കെ പിടിച്ച് ഇരുത്തുമ്പോൾ അതിന് അമ്മ എന്നാണോ പേരുണ്ട്, അല്ലെങ്കിൽ അമ്മായിയമ്മ എന്നാണോ, അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റ് എന്നാണോ ഇടേണ്ടത്? മനസ്സിലായി.
ഞാൻ പെൺകുട്ടി എത്ര ശിവ എന്ന് പറയുന്ന പെൺകുട്ടി എത്ര വിഷമകരമായിട്ട് അവരുടെ വിഷമം ഇതാക്കണ. ഇതൊന്നും ഒരു മറ്റം ചേച്ചിമാർക്കൊന്നും ഇതൊന്നും കണ്ണിനെ കണ്ടുകൂടാ. എത്ര ലാഘവത്തോടു കൂടിയാ അവർ സംസാരിക്കുന്നത്. അവനവനും നൊന്താലേ ഇതാവുള്ളൂ. ശരിയല്ലേ? അതെ അതെ സത്യമാണ്. സ്വന്തം കുടുംബത്തിനെ വരുത്തണോ അല്ലെങ്കിൽ സ്വയം നോവുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതെ അതെ കറക്റ്റ് ആണത്. അതെ ശരിയല്ലേ? അതെ അതെ കറക്റ്റ് ആണ്. ഞാൻ അതുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ ചേട്ടനായിട്ട് ലൈക്ക് ഒരു വോയിസ് എന്തോ വീട്ടുകാരുടെ അടുക്ക് വന്നിട്ട് സംസാരിച്ചതും അത് നിങ്ങൾക്ക് വോയിസ് അയച്ചതും അത് നിങ്ങളുടെ കിടപ്പുണ്ടല്ലോ അല്ലെ ഇപ്പോഴും? ഓക്കെ ശരി. അത് കഴിഞ്ഞിട്ട് ഇയാൾക്കെതിരെ എന്തെങ്കിലും കേസായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആലുവ പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും? ആലുവ പോലീസ് സ്റ്റേഷൻ ടിനിടോമിന്റെ അല്ലേ, പിന്നെ ഞാൻ കൊടുത്തിട്ട് കാര്യം? ഒരു കാര്യമില്ലല്ലോ. ഇവിടെ വേറെ എങ്ങോട്ടെങ്കിലും പരാതിയായിട്ടും കോംപ്രമൈസ് ആക്കാനായിട്ട് അവിടെ ആര് വന്നാലും ആദ്യം പ്രതിയാക്കുന്ന ഒരു തടിയനുണ്ട്. അവനെയൊക്കെ ആരാണാവോ പോലീസിലെടുത്ത്? ഞാൻ അത്യാവശ്യം ഇപ്പോഴും ഒരു പാക്കൊക്കെ ഉള്ള ഒരു ബോഡി ബിൽഡറാണ് ഞാൻ. എന്റെ മുമ്പിൽ ഇരുന്നിട്ട് അവൻ എന്നെ ഒരു പുച്ഛഭാവത്തില് അവന്റെ തോളത്തിട്ട് ഇനി കൈയിട്ടുകൊണ്ട് ഇവർക്കൊന്നും വേറെ പണിയൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ എന്റെ വൈഫിന്റെ അടുത്ത് പറയാ, നീ സൈൻ ചെയ്ത് കൊടുത്തേക്കണ, വേറെ പണിയൊന്നുമില്ലേ. ഇനി ഞാൻ ആലുവ സ്റ്റേഷനിൽ പോയിട്ട് ആരുടെ കാലം നക്കേണ്ടത്? മനസ്സിലായി. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ലല്ലേ? വേറെ പണിയില്ലേ? മനസ്സിലായി. ആ എഴുതണ സമയവും ആ കളയണ മഷി ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെ പരിപാടികൾ ചെയ്യാം. മനസ്സിലായി. ഒരു തവണ ആ പരാതിയുടെ കോപ്പി എന്തെങ്കിലും ഒരു തവണ കൊടുത്തപ്പോഴാ ശബരീഷിനെതിരെ കേസ് എടുക്കണം. അവൻ പറയാണ് സിയുടെ മുമ്പിൽ ടിനിച്ചേട്ട ആലോചിക്കും. ഞാൻ ആദ്യം പറഞ്ഞത് കേസായിട്ട് തന്നെ പോട്ടെ. എന്റെ ഒരു ഫാമിലി ഫ്രണ്ട്, പുള്ളി രാഷ്ട്രീയത്തിലുള്ള പാർട്ടിയിലുള്ളതാണ്, കോൺഗ്രസ് പാർട്ടിയിലുള്ളതാണ്. പുള്ളി എന്നോട് പറഞ്ഞു, എടാ നിനക്ക് കയറി പോകണ്ടല്ലേ, ഇതിനാണ് നാട്ടി വന്നേ. ഞാൻ പറഞ്ഞത് ഞാൻ ശരിക്കില്ലേ, എന്റെ ഫാദറിന്റെ ക്ലാസ്മേറ്റ് ആണ്. അദ്ദേഹം പറഞ്ഞോണ്ട് മാത്രമാണ്. മനസ്സിലായി. ഒതുങ്ങണ്ട വന്നു അല്ലേ? ഞാനൊരു കാര്യം പറയാട്ടോ, ഇതൊക്കെ വല്ല പാണ്ടിലോറിയുടെ ഇടയിൽ പോകുള്ളൂ. എനിക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. ഞാൻ കാണാത്ത രാജ്യങ്ങളില്ല. എനിക്ക് 40 വയസ്സായി. യൂറോപ്പിൽ ഞാൻ കാണാത്ത രാജ്യങ്ങളില്ല. ഇവരൊക്കെ ഈ കഞ്ചാവ് പിടിച്ച് ആരെങ്കിലൊക്കെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ഈ ചെറുക്കനൊക്കെ ഏതെങ്കിലും പാണ്ടിലോറി നിർത്തി. പൊതുജനം എന്ന് പറയുന്ന കഴുത മറ്റേ ഇവന്റെ സിനിമ കണ്ടും റിയാലിറ്റി ഷോയ്ക്ക് റീച്ച് കൂട്ടിയിട്ടാണല്ലോ ഇവൻ മസ്താങ്ങും മർച്ചതാങ്ങും ഒക്കെ മേടിച്ചത്. അല്ലാതെ ഇവന്റെ അമ്മ ഇവന്റെ ഗർഭപാത്രത്തിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു കയ്യില് മസ്താങ്ങും വേറൊരു കയ്യില് ബെൻസും അവന്റെ കഴുത്തിൽ തേങ്ങാകൊലയിട്ടൊന്നുമല്ലോ വന്നത്. അല്ലല്ല, പക്ഷെ ഇപ്പൊ അത്യാവശ്യം ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ പോലുള്ള അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള വിഡ്ഢികളായ ജനങ്ങൾ ഇരുന്ന് കക്കക്കാന്ന് ചിരിച്ചും റേറ്റിംഗ് കൂട്ടിയും സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്നും എന്നിട്ട് സെലിബ്രിറ്റിയും മറ്റേ മെഗാസ്റ്റാറും ആക്കിയവർക്ക് ഞങ്ങളെ പോലുള്ള ജനങ്ങളെ കാണുമ്പോ പുച്ഛം. ഞാൻ ഈ പറഞ്ഞ ഇതിൽ തെറ്റുണ്ടാവും? ഇല്ല ഒരിക്കലും ഇല്ല. നിങ്ങളൊരു സാധാരണക്കാരനെ പോലെ സംസാരിക്കുന്നു. നിങ്ങളുടെ ഒരു ഫ്രസ്ട്രേഷൻ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇയാൾക്കെതിരെ. അല്ല ഇവിടെ ജീവികളോട് കുറച്ചും കൂടി മാന്യമായിട്ട് പെരുമാറാം. മനസ്സിലായി. വളരെ സങ്കടമുണ്ട്. പക്ഷെ നമ്മളെ ഒരുമാതിരി കളിയാക്കുക, ആലുവ സ്റ്റേഷനിൽ കളിയാക്കി. മനസ്സിലായി. ഞാൻ ആലോചിക്കുക, ഞാൻ എന്തിനാ വന്നേ? കട്ടോ, ഞാൻ മോട്ടിച്ചോ പിടിച്ചു വെച്ചോ? പബ്ലിക് അതില് മഞ്ജുദാസോ എന്തോ ഒരു പേരാണ്. അപ്പൊ ടിനിയണ്ണനെ കുറിച്ച് പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ടിനിയണ്ണനെ മോനെ കുറിച്ചൊക്കെ നല്ല മതിപ്പ്, എല്ലാവർക്കും നല്ല ഒന്നാന്തരം മതിപ്പ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. പിന്നെ ഇൻട്രോയിൽ ഞാനൊരു വോയിസ് വെച്ചിട്ടുണ്ടല്ലോ ടിനി ചേട്ടൻ്റെ, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അണ്ണൻ്റെ റേഞ്ച് എന്താണെന്ന്. ഓക്കെ ബൈ, ലവ് യു ഓൾ ഗൈസ്.